അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. ഫങ്ഷൻസ്. ഫങ്ഷൻസിനകത്ത് ആദ്യം പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യമാണ്. ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു മെയിൻ പ്രോഗ്രാമത്തെ സബ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. വി ഹാഡ് ഓൾറെഡി സ്റ്റഡി ദാറ്റ്. അതായത് ഒരു മെയിൻ പ്രോഗ്രാം പ്രോഗ്രാമിനെ നമ്മൾ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു മെയിൻ പ്രോഗ്രാമുണ്ട്, അതിനെ മൂന്ന് സബ് പ്രോഗ്രാമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഈ മെയിൻ പ്രോഗ്രാമിനെ നമുക്ക് വേറൊരു പേര് പറയാം, മെയിൻ മോഡ്യൂൾ എന്ന് പറയാം. മെയിൻ മോഡ്യൂൾ ഈസ് ഓൾസോ കോൾഡ് മെയിൻ മോഡ്യൂൾ. ഈ സബ് പ്രോഗ്രാമിനെ നമുക്ക് സബ് മോഡ്യൂൾസ് എന്നും പറയാം. ഒരു വലിയൊരു പ്രോഗ്രാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോൾ പ്രോഗ്രാംസ് ആക്കുന്ന ആ പ്രോസസ്സിനെയാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോഡ്യൂൾസിനകത്ത്, ഈ സബ് പ്രോഗ്രാമിനകത്ത് ഒരു ഫങ്ഷൻസ് വരാം, ഒന്നിൽ കൂടുതലോ ഫങ്ഷൻസ് വരാം. അത് പോയിന്റ് ശ്രദ്ധിച്ചോണം. നമ്മൾ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു ഇല്ലേ, അല്ലെങ്കിൽ സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ മോഡ്യൂൾസിനകത്ത് ഒരു ഫങ്ഷൻസോ ഒന്നിൽ കൂടുതലോ ഫങ്ഷൻസോ ഇൻക്ലൂഡഡ് ആവാം. പറയുന്ന പോയിന്റ് മനസ്സിലായില്ലേ? ഈ പോയിന്റ് മനസ്സിൽ വെച്ചോണം. ഇനി പറയുന്ന കാര്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എ മോഡ്യൂൾ മേ കണ്ടെയ്ൻ വൺ ഫങ്ഷൻ ഓർ മോർ ദാൻ വൺ ഫങ്ഷൻ. ഫങ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഒരു ലാർജ് പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ പ്രോഗ്രാമിനെ നമുക്ക് മെയിൻ മോഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. വേറൊരു പേരാണ് മെയിൻ മോഡ്യൂളായിട്ട് വിളിക്കാം. അതുപോലെ തന്നെ സബ് പ്രോഗ്രാംസിനെ സബ് മോഡ്യൂൾസ് എന്നും പറയാം. ഓക്കെ, എ മോഡ്യൂൾ മേ കണ്ടെയ്ൻ അല്ലെങ്കിൽ ഒരു സബ് മോഡ്യൂൾ മേ കണ്ടെയ്ൻ വൺ ഫങ്ഷൻ ഓർ മോർ ദാൻ വൺ ഫങ്ഷൻ. ഒരു ഫങ്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് വരാം. ഓക്കെ, അപ്പം മോഡുലറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് breaking large programs into the process of breaking large programs into smaller sub programs. is called modularization.
ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. ഒരു വലിയ പ്രോഗ്രാമിനെ നമ്മൾ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ആ പോയിന്റ് പറയാണ്, എ മോഡ്യൂൾ മേ കണ്ടെയ്ൻ, ഒരു മോഡ്യൂളിനകത്ത് ഒരു പ്രോഗ്രാം വരാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസോ വരാം. ഓക്കെ, അടുത്ത പറയുന്നത് മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അതിൽ ഫസ്റ്റ് വൺ ആണ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാമുണ്ട്, കാൽക്കുലേറ്റ്. കാൽക്കുലേറ്റ് എന്നാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര്. കാൽക്കുലേറ്റ്. ഇതാണ് മെയിൻ പ്രോഗ്രാം. ഈ മെയിൻ പ്രോഗ്രാമിനെ ഞാൻ ഡിവൈഡ് ചെയ്യും. നാല് സബ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സബ് മോഡ്യൂളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. ആഡ്, സബ്, മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ മീൻ ചെയ്ത് മൾ എന്ന് പറഞ്ഞൊരു വേർഡ് വെച്ചാണ്. അതുപോലെ ഡിവിഷൻ, ഡിവ്. വലിയൊരു പ്രോഗ്രാമുണ്ട് കാൽക്കുലേറ്റ്. ഓക്കെ, ആ കാൽക്കുലേറ്റിനെ ഞാൻ 4 സബ് പ്രോഗ്രാംസ് ആയിട്ട്, സ്മോളർ പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ പേര് കൊടുത്തു ആഡ്, സബ്, മൾ, ഡിവ്. ഓക്കെ, അപ്പം മെയിൻ പ്രോഗ്രാം കാൽക്കുലേറ്റ്, അതിൻ്റെ സബ് പ്രോഗ്രാംസ് ആണ് ആഡ്, സബ്, മൾ, ഡിവ്. എന്നിട്ട് ഞാൻ ഈ സബ് പ്രോഗ്രാംസിന് പറയുന്നതാണ് മോഡ്യൂൾസ് എന്നും പറയാം. ഓക്കെ, ഇപ്പോൾ ഓരോ സബ് പ്രോഗ്രാംസിനകത്തും ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ഒരു ഫംഗ്ഷനുള്ളൂ, ആഡ് എന്ന് പറയുന്ന ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സബ് മോഡ്യൂൾസ് മേ കണ്ടെയ്ൻ 1 or more ഫംഗ്ഷൻ. ഇവിടെ ഒറ്റ ഫംഗ്ഷൻ ഉള്ളതെന്ന് വെച്ചോളൂ. ഫംഗ്ഷൻ എന്താ ഞാൻ പിന്നെ പറയാം. ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, ആഡ്. അടുത്ത സബ് എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ. ഇറ്റ്സ് ഓൾസോ സബ് പ്രോഗ്രാം. സബ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ് സബ് മോഡ്യൂൾ എന്നും പറയും. ഈ സബ് മോഡ്യൂൾ മേ കണ്ടെയ്ൻ 1 ഫംഗ്ഷൻ ഓർ മോർ ദാൻ 1 ഫംഗ്ഷൻ. മോഡ്യൂൾസിനകത്ത് എന്താ ഉള്ളത്? ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ആഡ് എന്ന് പറഞ്ഞ ഒരു മോഡ്യൂൾ, അതിനകത്ത് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത സബ് എന്ന് പറയുന്ന അനദർ മോഡ്യൂൾ, അതിനകത്ത് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, സബ്. അതുപോലെ മൾ, അത് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളവിടെ ഇൻസ്ട്രക്ഷൻസ് എഴുതുക. എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ നമ്മളവിടെ ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡിഫൈനിങ്, ഫംഗ്ഷൻ ഡിഫൈനിങ് എന്ന് പറയുന്നത്. ഈ 4 സബ് മോഡ്യൂൾസ് ഞാൻ ഡിഫൈൻ ചെയ്തു. അപ്പം സബ് മോഡ്യൂൾസ് കൺസ് ഓൺലി ഓൾ സബ് മോഡ്യൂൾസ് കണ്ടെയ്ൻസ് ഓൺലി 1 ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ആ ഫംഗ്ഷൻ്റെ പേര് തന്നെയാണ് ആ മോഡ്യൂളിൻ്റെ പേര്. സപ്പോസ് ഈ കാൽക്കുലേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് എനിക്ക് ഈ ആഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ മോഡ്യൂൾ എനിക്ക് 4-5 എടുത്ത് യൂസ് ചെയ്യണമെന്ന് വെച്ചോളൂ. 4-5 എടുത്ത് യൂസ് ചെയ്യണം. അപ്പം ഞാൻ എന്തോ ചെയ്യണം? ഇതിൻ്റെ ഈ ആഡ് എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ആ മോഡ്യൂളിൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? ഈ ആഡ് പിന്നെ അവിടെ ഞാൻ ഇതുപോലെ ടൈപ്പ് ചെയ്ത് എഴുതി വെക്കും. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് 5 തവണ, എനിക്ക് ഫോർ എക്സാമ്പിൾ 5 തവണ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ 5 തവണയും ഞാൻ ഈ ഇതിനകത്ത് കുറേ കോഡ്സ് ഡിഫൈൻ ചെയ്യുക. മീൻസ് ഇതിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ആ മോഡ്യൂളിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള അർത്ഥമാണ്. ബൈ യൂസിങ് റൈറ്റിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാനിങ്ങനെ ഓരോ 5 തവണയും എഴുതേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ സംഭവിക്കും? ദ പ്രോഗ്രാം ബിക്കം ലെന്തി, വളരെ ലെന്തി ആയിട്ട് പോകും, ലെന്തി പ്രോഗ്രാമായി പോകും. അപ്പോൾ മോഡ്യൂളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഓരോ മോഡ്യൂളും ഡിഫൈൻ ചെയ്തിട്ട് അതിന് ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. എന്ത്? ആഡ്, സബ്, മിൻ, ഡിവ് എന്ന്, അല്ലേ? ഓരോ
മോഡ്യൂളിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഈ മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്താൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ആവശ്യം വരുമോ ആ സമയത്ത് മൊത്തം നമുക്കിങ്ങനെ ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ മോഡ്യൂളിനെ മൊത്തമായിട്ട് എഴുതേണ്ട സാഹചര്യം ഇല്ല. എന്ത് ചെയ്താൽ മതി, നമുക്ക് എപ്പോഴൊക്കെ ആവശ്യം വരുമോ ആ പേര് അവിടെ യൂസ് ചെയ്താൽ മതി. ആഡ് എന്നുള്ള പേര് യൂസ് ചെയ്ത് എനിക്ക് ആ പർട്ടിക്കുലർ മോഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യുക മീൻസ് വർക്ക് ചെയ്യിപ്പിക്കുക. ഇൻവോക്ക് ചെയ്യുക മീൻസ് പർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ മോഡ്യൂളിനെ വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് ഇൻവോക്ക് എന്നുള്ള വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഒരു തവണയും നമ്മൾ എഴുതത്തുള്ളൂ. ആഡ് എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ മോഡ്യൂൾ ഒരു തവണ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ ചെയ്യുക മീൻസ് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കും. നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്ന പോലെ ഓക്കെ എഴുതി വെക്കും. ഒരു തവണയെ നമ്മൾ എഴുതത്തുള്ളൂ. പിന്നെ എപ്പോഴൊക്കെ എനിക്ക് ആവശ്യം വരുമോ അപ്പോഴൊക്കെ ഞാൻ എന്തോ സംഭവിക്കും, ഈ ആഡ് എന്നുള്ള നെയിം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ആഡ് എന്നുള്ള നെയിം മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. ഈ ആഡ് എന്നുള്ള നെയിം യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡിഫിനിഷൻ ഇൻവോക്ക് ചെയ്യും. ഇൻവോക്ക് ചെയ്യുക മീൻസ് വർക്ക് ചെയ്യുക. അതായത് ഒരു തവണ മാത്രമേ ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യത്തുള്ളൂ. എപ്പോഴൊക്കെ എനിക്ക് ആ ഫംഗ്ഷൻ ആവശ്യമായി വരുമോ ഞാനപ്പം എന്താ സംഭവിക്കുക, ആ പേര് മാത്രം ഞാൻ അവിടെ എഴുതി കൊടുക്കും. ആഡ് ഞാൻ എഴുതി കൊടുക്കും. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആഡ് എന്നുള്ള നെയിം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ കറസ്പോണ്ടിങ് മോഡ്യൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പ്രോഗ്രാമിൻ്റെ ലെന്ത് കുറയുകയാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് ഒറ്റ തവണ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു മോഡ്യൂളിന് ഒറ്റ തവണ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. എപ്പോഴൊക്കെ എനിക്ക് ആവശ്യം വരുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ പേര് യൂസ് ചെയ്താൽ മാത്രം മതി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജാണ്. മോഡുലാർ പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജാണ്. ഓക്കെ, ദാറ്റ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ മെയിൻ പ്രോഗ്രാമിലുണ്ട്. അതിനകത്ത് 4 സബ് പ്രോഗ്രാംസ് ഉണ്ട്. ആഡ്, സബ്, മൾട്ടി, ഡിവ്. ഓക്കെ, ഞാൻ ഓരോ പ്രോഗ്രാംസിനെ ഡിഫൈൻ ചെയ്ത് വെച്ചു. സപ്പോസ് ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ് പ്രോഗ്രാം എനിക്ക് മൾട്ടിപ്പിൾ സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് കരുതിക്കോളൂ. അങ്ങനെ വരുമ്പോഴേക്കും ഞാൻ എന്തോ ചെയ്യണം, ഈ പ്രോഗ്രാംസ് ഓരോരുത്തർ പോയി എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ 10 ഈ സബ് പ്രോഗ്രാമിൻ്റെ അകത്ത് 10 സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു സബ് പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ ഈ 5 പോയി ഈ 10 സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും എന്താ സംഭവിക്കും, ആ പ്രോഗ്രാം വളരെ ലെന്തി ആവും, അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ അത് ആ ഫംഗ്ഷൻ എഴുതത്തുള്ളൂ. അല്ലെങ്കിൽ ആ മോഡ്യൂൾ മേ ബി എ ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ആവാം. ഒരു തവണ ഞാൻ ഫംഗ്ഷൻ എഴുതി വെക്കത്തുള്ളൂ. അപ്പോൾ 10 സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് ഞാൻ എഴുതി വെക്കും, ഒരു തവണ എഴുതും. എന്നിട്ട് എപ്പോഴൊക്കെ എനിക്ക് ആവശ്യം വരുമോ അപ്പോഴൊക്കെ ഞാൻ ഈ ആഡ് എന്നുള്ള ആ ഫംഗ്ഷൻ്റെ പേര് വെച്ച് ഞാൻ ആ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യും, വർക്ക് ചെയ്യിപ്പിക്കും. അപ്പം എനിക്ക് 5 തവണ 10 സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു ഫംഗ്ഷൻ വരുമ്പോൾ മൊത്തം എത്ര ലൈൻ വന്ന്, 50 ലൈൻ വന്ന്. അതിന് പകരം ഞാൻ എന്തോ യൂസ് ചെയ്തു, അതിൻ്റെ നെയിം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 5 ലൈനായിട്ട് 50 ലൈൻ 5 ലൈനായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട്? അപ്പം അങ്ങനെ നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. ഇപ്പോൾ എഴുതാൻ പോവാണ് ഞാൻ. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ സൈസ് എനിക്ക് കുറയ്ക്കാൻ സാധിക്കും. certain instructions in a program, certain അതിൻ്റെ ഡെഫിനിഷനാണ് certain instructions in a program may be repeated
may be repeated at different points of the program. ചില ഇൻസ്ട്രക്ഷൻസ് സെയിം ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ചില ഇൻസ്ട്രക്ഷൻസ് എനിക്ക് ആ പ്രോഗ്രാമിനകത്ത് തന്നെ പല സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരാം. അതാണ് ഈ പറയുന്നത്. സർട്ടൺ ഇൻസ്ട്രക്ഷൻസ് ഇൻ എ പ്രോഗ്രാം മേ ബി റിപ്പീറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ദി പ്രോഗ്രാം. ആ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എനിക്ക് പലയിടത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരാം. ഓക്കെ, അതാണ് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മീൻ ചെയ്യുന്നത്. These instructions can be isolated and assign a name to it. These instructions can be isolated and assign a name to it. ഈ ഇൻസ്ട്രക്ഷനെ ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കണം. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ഒരു പേര് കൊടുക്കുക. അങ്ങനെ പേര് കൊടുത്ത് കഴിയുമ്പോൾ അതെന്താവും? ഒരു ഫങ്ഷനാവും. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിന് നമ്മൾ പേര് കൊടുക്കും. പേര് കൊടുത്ത് കഴിയുമ്പോൾ അതെന്തോ ആവും? പിന്നെ നമ്മളതിനെ ഫങ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഫങ്ഷൻ. It can be invoked by using its name, but it can be invoked by using its name. By using its name that reduces the program size. That reduces the program size. അതായത് ചില സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പല സ്ഥലത്ത് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ എറേസ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴേക്കിന് ആ ഇൻസ്ട്രക്ഷൻസിനെ ഞാനൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിനൊരു പേരും കൊടുക്കും. ആ യൂണിറ്റിനെ നമ്മൾ പറയുന്നത് ആ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ആ സെറ്റ് ഓഫ് യൂണിറ്റ് ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും. ആ യൂണിറ്റിനെ, ആ ഫംഗ്ഷന് നമ്മളൊരു പേരും കൊടുക്കും. ആ നെയിമിനെയാണ് നമ്മൾ ഫംഗ്ഷൻ നെയിം എന്ന് പറയും. നമുക്ക് എപ്പോഴൊക്കെ ആ ഫംഗ്ഷൻ്റെ ആവശ്യകത വരുമോ നമ്മൾ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ മൊത്തമായിട്ട് അവിടെ എഴുതത്തില്ല. അവിടെ എന്തോ സംഭവിക്കും? നമ്മൾ ആ പേര് മാത്രം കൊടുക്കും. ആ ഫംഗ്ഷൻ നെയിം മാത്രം നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫംഗ്ഷൻ നെയിം റീഡ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ഒരു തവണ നമ്മൾ എന്തായാലും ആ ഫംഗ്ഷൻ എഴുതിയേ പറ്റത്തുള്ളൂ. ഒരു തവണ എന്തായാലും നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേ പറ്റത്തുള്ളൂ. ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യപ്പെടും. ഇൻവോക്ക് ചെയ്യുക മീൻസ് വർക്ക് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇൻവോക്ക് ചെയ്യുക മീൻസ് വിളിക്കുക എന്നുള്ള അർത്ഥമാണ്. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വിളിക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും 10 ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ 10 തവണ അല്ല 10 എവിടെയൊക്കെ ഞാൻ ആ ഇൻസ്ട്രക്ഷൻസിനെ വിളിക്കുമോ ആവശ്യമായിട്ട് വരുമോ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ആ 10 ഇൻസ്ട്രക്ഷൻസ് ഞാൻ എഴുതേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഗ്രാം ലെന്തി ആവും. പക്ഷേ ഇന്ന് മോഡുലാർ അപ്രോച്ച് വരുമ്പോൾ ഒരു തവണ ഞാൻ ഫംഗ്ഷനെ എഴുതിയാൽ മതി. എപ്പോഴൊക്കെ എനിക്ക് ആ ഫംഗ്ഷൻ്റെ ആവശ്യം വരുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ ആ ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ്, ആ പ്രോഗ്രാമിൻ്റെ സൈസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതാണ് ഫസ്റ്റ് പറയുന്നത്, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത ലെസ് ചാൻസസ് ഓഫ് എറർ.
ലെസ് ചാൻസസ് ഓഫ് എറർ. അത് ഞാൻ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈ റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം, the occurrence of syntax and logical errors. Logical errors can be minimized. നമ്മൾ സ്വാഭാവികമായിട്ടും പ്രോഗ്രാമിൻ്റെ സൈസ് കുറയുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന എറേഴ്സ് മേ ബി സിൻറ്റാക്സ് എറർ ഓർ ലോജിക്കൽ എറേഴ്സ്. എന്താണ് സിൻറ്റാക്സ് എറർ, എന്താണ് ലോജിക്കൽ എറർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പം ആ എറേഴ്സ് ഉണ്ടാകാനുള്ള സാഹചര്യം കുറയുകയാണ്. കാരണം സൈസ് കുറയുമ്പോൾ അതിൻ്റെ എമൗണ്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിൻറ്റാക്സ് എറേഴ്സും ലോജിക്കൽ എറേഴ്സും ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് കുറയും. അപ്പോൾ ബൈ റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം, ദ ഒക്കറൻസ് ഓഫ് സിൻറ്റാക്സ് ആൻഡ് ലോജിക്കൽ എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ്. ഓക്കെ. If any error occurs, it is possible to point. If any error occurs, it is possible to identify that module. It is possible to identify that module and rectify it easily. ഇപ്പം എന്തെങ്കിലും എറർ, ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മോഡുലാർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു എറർ ഒക്കർ ചെയ്താൽ തന്നെ നമുക്ക് ആ പർട്ടിക്കുലർ എറർ ഏത് മോഡ്യൂളിൽ നിന്നാണെന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും നമുക്കത് റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഏതെങ്കിലും എറർ ഉണ്ടായാൽ നമുക്ക് ആ എറർ ഏത് മോഡ്യൂളിലാണ് ഈ എറർ ഉണ്ടായേക്കുന്നത് എന്ന് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ പർട്ടിക്കുലർ എററിനെ റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. ഓക്കെ. അപ്പോൾ 2 പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, സൈസ് കുറയുന്നത് കൊണ്ട് എറർ ഒക്കറൻസിൻ്റെ സാധ്യത കുറവാണ്. അതുപോലെ എന്തെങ്കിലും എറർ ഉണ്ടായാൽ നമുക്ക് ആ പർട്ടിക്കുലർ മോഡ്യൂൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ പർട്ടിക്കുലർ എറർ റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അതാണ് ലെസ് ചാൻസസ് ഓഫ് എറർ. മൂന്നാമത്തെ പറയുന്നത് റെഡ്യൂസസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി. മോഡുലൈസേഷൻ മീൻസ് എന്താണ്? നമ്മൾ ഒരു മെയിൻ മോഡ്യൂളിനെ സബ് മോഡ്യൂൾ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡുലൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രോഗ്രാം കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും. എങ്ങനെ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ബ്രിങ്ങിങ് ഡൗൺ അവർ മൈൻഡ് ടു എ സിംപ്ലിഫൈഡ് ടാസ്ക് അറ്റ് എ ടൈം. ബൈ ബ്രിങ്ങിങ് ഡൗൺ our mind
our mind to a simplified task. ടാസ്ക് അറ്റ് എ ടൈം. ഒരു സമയത്ത് നമ്മൾ ഒരു മോഡ്യൂളിനെ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഒരു മോഡ്യൂളാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ മോഡ്യൂളും ഒരുമിച്ചെടുത്തല്ല ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പ്രീവിയസ് ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓരോ മോഡ്യൂൾസിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അറ്റ് എ ടൈം ഒരു മോഡ്യൂളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു മെയിൻ മോഡ്യൂൾ ഞാൻ ഡിവൈഡ് ചെയ്ത് 4 സബ് മോഡ്യൂൾ ഉണ്ടെങ്കിൽ ഞാൻ 4 സബ് മോഡ്യൂളിലും കൂടെ ഒരുമിച്ചല്ല ഞാൻ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ മോഡ്യൂളിനെയും ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി ഞാൻ ഡെവലപ്പ് ചെയ്യും. അതായത് അറ്റ് എ ടൈം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒറ്റ മോഡ്യൂളിലായിരിക്കും. അതാണ് ഈ പറയുന്നത്. ബൈ ബ്രിങ്ങിങ് ഡൗൺ അവർ മൈൻഡ് ടു എ സിംപ്ലിഫൈഡ് ടാസ്ക് അറ്റ് എ ടൈം. ആദ്യം ഞാൻ ആദ്യത്തെ മോഡ്യൂൾ ഒരു മോഡ്യൂളിനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതാണ് പറയുന്നത്. ബൈ ബ്രിങ്ങിങ് ഡൗൺ അവർ മൈൻഡ് ടു എ സിംപ്ലിഫൈഡ് ടാസ്ക് അറ്റ് എ ടൈം that reduces the program size. Reducing the program size and making the debugging process easy. And making the debugging process is. And making the debugging process easy. അതുപോലെ നമുക്ക് പെട്ടെന്ന് ആ ഡീബഗ് ചെയ്യുക മീൻസ് എന്തോ ഐഡൻറ്റിഫൈങ് ദ എറേഴ്സ് ആൻഡ് റെക്ടിഫൈങ് ദാറ്റ് എറേഴ്സ്. അതാണ് ഡീബഗിങ്. നമുക്ക് പെട്ടെന്ന് ആ ഡീബഗിങ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. കോംപ്ലക്സിറ്റി കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. ഓക്കെ. അതുപോലെ പ്രോഗ്രാം സൈസ് കുറയുമ്പോഴും കോംപ്ലക്സിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ബൈ ബ്രിങ്ങിങ് ഡൗൺ അവർ മൈൻഡ് ടു എ സിംപ്ലിഫൈഡ് ടാസ്ക് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു മോഡ്യൂളായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ മോഡുലർ പ്രോഗ്രാമിംഗ് കൊണ്ട് പ്രോഗ്രാമിൻ്റെ സൈസ് കുറയാണ്, അപ്പം കോംപ്ലക്സിറ്റിയും കുറയും. അതുപോലെ ഈ മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡീബഗിങ് പ്രോസസ്സ് എളുപ്പമാണ്. കാരണം ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഏത് മോഡ്യൂളിലാണ് ഈ എറർ എന്ന് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. ദാറ്റ് ലീഡ്സ് ടു റെഡ്യൂസ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി. ഓക്കെ, ഇതാണ് പോയിന്റ്. അടുത്ത പറയുന്നത് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. അതായത് ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചു. Let's say and. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മോഡ്യൂൾ മേ കണ്ടെയ്ൻ വൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ മോർ ദാൻ വൺ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. മേ കണ്ടെയ്ൻ വൺ ഫംഗ്ഷൻ ഓർ മോർ ദാൻ വൺ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം ഒരു ഫംഗ്ഷനുള്ള മോഡ്യൂൾ ആണെങ്കിൽ ആ മോഡ്യൂളിനകത്ത് ഒറ്റ ഫംഗ്ഷൻ ഉള്ളെങ്കിൽ ആ മോഡ്യൂളിനെ നമുക്ക് ഫംഗ്ഷൻ എന്നും വിളിക്കാം. ഒരു മോഡ്യൂളിനകത്ത് ഒരു ഫംഗ്ഷനേ ഉള്ളൂ, എന്നാൽ നമുക്കതിനെ ആ മോഡ്യൂളിനെ ഫംഗ്ഷൻ നെയിമിലും അറിയപ്പെടാം. അപ്പോൾ ആഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്, അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ഉണ്ടെന്ന് വെച്ചു, ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ഇത് ഞാൻ ഒരു തവണ ഡിഫൈൻ ചെയ്ത് എഴുതി വെച്ചു. ഡിഫൈൻ ചെയ്യുക മീൻസ് എന്താണ് ആ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതുക. ബൈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതി വെച്ചു. ഞാനത് കമ്പൈൽ ചെയ്തു, ഡീബഗ് ചെയ്തു, എക്സിക്യൂട്ടബിൾ ഫോമിലാക്കി. നമുക്കതെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ഈ കോഡ് റീയൂസബിലിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു തവണ ഞാൻ എഴുതി കമ്പൈൽ ചെയ്ത് ഡീബഗ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാം അല്ലെങ്കിൽ ഫംഗ്ഷൻ ആ പ്രോഗ്രാമിനകത്തോ അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിനകത്തോ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ അകത്തുള്ളൊരു ഫംഗ്ഷൻ ആ പ്രോഗ്രാമിനകത്ത് മാത്രമല്ല, വേറെ എവിടെയെങ്കിലും എനിക്ക് സിമിലർ ആയിട്ടുള്ള ആ ഫംഗ്ഷൻ്റെ ആവശ്യം വരുവാണെങ്കിൽ ആ ഫംഗ്ഷൻ എനിക്ക് ആ പ്രോഗ്രാമിനകത്ത് കോൾ ചെയ്യാൻ സാധിക്കും.
യൂസ് ചെയ്യാൻ സാധിക്കും. കോൾ ചെയ്യാന്നുള്ള വാക്കും ഇപ്പം മനസ്സിലാകത്തില്ല. യൂസ് ചെയ്യാൻ സാധിക്കും. പറയുന്ന പോയിന്റ് മനസ്സിലായോ? അതായത് ഒരു തവണ ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതിയാൽ അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡ്യൂൾ എവിടെ വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. ആ പർട്ടിക്കുലർ പ്രോഗ്രാമിനകത്ത് മാത്രമല്ല, ആ പ്രോഗ്രാമിന് വെളിയിലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് റീയൂസബിലിറ്റി. ഒരു തവണ നമ്മൾ എഴുതി ഉണ്ടാക്കി വെക്കും, പിന്നെയൊക്കെ നമ്മളത് ആ പ്രോഗ്രാം ആ ഫംഗ്ഷൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ യൂസ് ചെയ്യും. അത് ആ പ്രോഗ്രാമിനകത്ത് മാത്രമല്ല, വേറൊരു പ്രോഗ്രാമിൽ വേണമെങ്കിലും എനിക്ക് ആ ഫംഗ്ഷൻ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് കോഡ് റീയൂസബിലിറ്റി. അപ്പം ഇംപ്രൂവ്സ് കോഡ് റീയൂസബിലിറ്റി. അതാണ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇംപ്രൂവ്സ് കോഡ് റീയൂസബിലിറ്റിയാണ്. improves reusability. Improves reusability. എന്താണ് ഞാൻ പറയുന്നത്? A function return once. A function return once. Return means define. Once may be used later in many other programs. Programs that reduces the time taken for program development. That reduces the time taken for program development. That reduces the time taken for the program development. ഒരു ഫംഗ്ഷന് ഒരു തവണ ഞാൻ ഡിഫൈൻ ചെയ്തു, അത് കമ്പൈൽ ചെയ്തു, എക്സിക്യൂട്ടബിൾ ഫോമിലാക്കി. എക്സിക്യൂട്ടബിൾ ഫോം എന്നൊക്കെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തൽക്കാലം അങ്ങനെ അത് വർക്കിംഗ് കണ്ടീഷനിലാക്കി എന്ന് വെച്ചു. അതെനിക്ക് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മോഡ്യൂൾ എനിക്ക് ആ പ്രോഗ്രാമിനകത്തല്ല, അത് എവിടെയൊക്കെ എനിക്ക് ആവശ്യമായിട്ട് വരുമോ അവിടെയൊക്കെ എനിക്കത് വേറെ പ്രോഗ്രാമിനകത്തും എനിക്ക് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ മോഡ്യൂൾസ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ അതിനെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ആ പേര് മാത്രം വിളിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഈ കോഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് റെഡ്യൂസസ് ദ ടൈം ഫോർ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്. ആ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ടൈം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതാണ് കോഡ് റീയൂസബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പറയുന്നത് നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് പ്രോഗ്രാമിംഗ്, മോഡുലാർ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 4 പോയിന്റ് നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, അടുത്ത ഇനി പറയുന്നത് ഫങ്ഷൻസ് ഇൻ C++. ഫങ്ഷൻസ് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുണ്ട്. C++ൽ മാത്രമല്ല, ജാവ എടുത്താലും C എടുത്താലും C# എടുത്താലും VB എടുത്താലും പൈത്തൺ എടുത്താലും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അവിടെ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം എന്താണ് ഇനി ഫങ്ഷൻ ആർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ദാറ്റ് ഹാവ് എ നെയിം.
ഇറ്റ് ഹാവ് എ നെയിം. അതായത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുക. അതാണ് അതിൻ്റെ യൂസ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ആർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് പെർഫോംസ് എ പർട്ടിക്കുലർ ടാസ്ക്. ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ യുണീക്ക് നെയിം. ആ ഫംഗ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബൈ യൂസിങ് എ യുണീക്ക് നെയിം ആയിരിക്കും. അപ്പം ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ്, ഇറ്റ് ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് instructions that performs a particular task. Perform a particular task is called a function. Is called a function. ഒരു ടാസ്കിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്ന കുറേ ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെയിംഡ് യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്, അതാണ് ഫങ്ഷൻസ്. പ്രധാനമായിട്ട് നമുക്ക് രണ്ട് ഫങ്ഷനാണ് പഠിക്കാനുള്ളത് ഈ ചാപ്റ്റർ. രണ്ട് ടൈപ്പ് ഓഫ് ഫങ്ഷനാണുള്ളത്. ഒന്ന് ബിൽറ്റ് ഇൻ ഫങ്ഷനും, രണ്ട് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനും. ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്, നമ്മൾ എഴുതുന്നതല്ല, അത് യൂസർ എഴുതുന്നതല്ല. ഓൾറെഡി ആ കമ്പൈലറിനകത്ത് ആ ഫങ്ഷന് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി കമ്പൈൽ ചെയ്ത് ഡീബഗ് ചെയ്ത് എക്സിക്യൂട്ടബിൾ ഫോമിൽ വെച്ചേക്കുന്ന ഒരു ഫങ്ഷൻസാണ്. അതാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ആ ഫങ്ഷൻസിന് നമുക്ക് എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവിടെ എഴുതണ്ട. ആ ഫങ്ഷൻസ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളിപ്പം പഠിക്കും അത്. ഓക്കെ, എടുത്ത് യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി ആ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യാനുസരണം ആ ഫങ്ഷൻസ് എടുത്ത് യൂസ് ചെയ്യാം. ഇറ്റ്സ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ്. അതാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയും, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്നും പറയും. പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്നും പറയും. ഓക്കെ, അപ്പം ഫങ്ഷൻസ് ദാറ്റ് ആർ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് or built-in function. Predefined or built-in function. Predefined or built-in function means the function that are already written. Functions that are already written, comma debugged. Already written, comma debugged and compiled. Already written, debugged and compiled and are grouped and stored in files code and are grouped. Already written, debugged, comma compiled and are grouped. And stored in files called header files, These subprograms are called built-in functions.
ദീസ് സബ് പ്രോഗ്രാംസ് ആർ കോൾഡ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ. ഓക്കെ, അതായത് ഓൾറെഡി ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫങ്ഷനെ എഴുതി കമ്പൈൽ ചെയ്ത് ഡീബഗ് ചെയ്ത് കമ്പൈൽ ചെയ്ത് കമ്പൈൽ ചെയ്ത് ഡീബഗ് ചെയ്ത് എന്നിട്ട് ഒറ്റൊരു ഗ്രൂപ്പായിട്ട് ഒരു ഫയലിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫയലിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ആ ഫയൽസിനെയാണ് നമ്മൾ ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ല ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ഇല്ലേ, അതൊക്കെ അതിനകത്തൊക്കെ കിടക്കുന്നത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. നമ്മൾ ആ ഫങ്ഷൻസിനെ ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ ഒരു ഫങ്ഷൻസ് എഴുതി കൊടുക്കുന്നില്ല. ഓക്കെ, അതാണ് ബിൽറ്റ് ഇൻ അല്ലെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ, ഓൾറെഡി ഡിഫൈൻഡ് വിത്തിൻ ദ കമ്പൈലർ. ഓൾറെഡി കമ്പൈലറിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം അതെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻ, പ്രീ ഡിഫൈൻഡ്. അടുത്ത പറയുന്നത് യൂസർ ഡിഫൈൻഡ്. അത് പേരിൽ തന്നെ ഉണ്ട്. ആരാ ഡെവലപ്പ് ചെയ്യുന്നത്? യൂസറാണ്. അപ്പം യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആർ ഡെവലപ്ഡ് ബൈ user defined functions are functions that are developed by the user to meet his അല്ലെങ്കിൽ their requirements. To meet his requirement. Functions that are developed by the user to meet her or his requirement അല്ലെങ്കിൽ their requirement. Such functions are called user defined function. ഇപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് ഒരു പ്രോഗ്രാം എഴുതുകയാണ്, ഒരു ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് C++ പ്രോഗ്രാം എടുത്താലും ഇത് ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ എന്നുള്ള വാക്ക്, ആ നെയിം ഡീഫോൾട്ട് നെയിമാണ്. ആ മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ ഒരു പ്രോഗ്രാംസും C++ പ്രോഗ്രാംസും വർക്ക് ചെയ്യത്തില്ല. നമുക്ക് മെയിൻ ഫംഗ്ഷൻ വളരെ ആവശ്യമായിട്ടൊരു ഘടകമാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷനാണ് റൂട്ട് എന്ന് പറയുന്നത്. ആ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനിലേക്കും നമ്മൾ കൺട്രോൾ പോകുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന പേരല്ല, അത് ഓൾറെഡി ആ കമ്പൈലറിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേരാണ് മെയിൻ എന്ന് പറയുന്നത്, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസർ കൊടുക്കുന്നൊരു പേരല്ല. ആക്ച്വലി നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാംസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം മെയിൻ എന്നാണ് കണ്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ നമ്മൾ അതിനൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായിട്ടാണ് കരുതുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ ആസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. കാരണം പക്ഷേ മെയിൻ എന്നുള്ള വാക്ക് യൂസർ കൊടുക്കുന്നില്ല, അത് ഓൾറെഡി അതിനകത്തുള്ളതാണ്. മെയിൻ എന്നുള്ള ഫംഗ്ഷൻ എന്നുള്ളത് ഉള്ള ഒരു ഫംഗ്ഷനാണ്. ആ മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യത്തില്ല, C++ വർക്ക് ചെയ്യത്തില്ല. അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസർ ഡിഫൈൻഡ് ആയിട്ടെന്ന് പറയാൻ കാര്യം, നമ്മൾ ആ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ എഴുതുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത് യൂസറാണ്. യൂസറിൻ്റെ ഇഷ്ടത്തിനാണ് ആ മെയിൻ എന്ന ഫംഗ്ഷനകത്ത് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത്. ആ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് മെയിൻ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യത്തില്ല. അപ്പം ഒരു ഡീഫോൾട്ട് പ്രോഗ്രാം സ്ട്രക്ചറാണ് മെയിൻ എന്ന് പറയുന്നത്, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു പോയിൻ്റ് കൂടെ പറയാൻ പറ്റുമോ? ഒരു പ്രോഗ്രാം മേ കണ്ടെയ്ൻ വൺ ഫംഗ്ഷൻ ഓർ മോർ ദാൻ വൺ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ആവാം. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാം ഒറ്റ ഫംഗ്ഷൻസ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാം ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ആ പ്രോഗ്രാമിനകത്ത് ഞാൻ എല്ലാം ഇൻറ്റ് മെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഞാൻ വേറൊരു ഫംഗ്ഷനും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെയിംഡ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് നെയിമാണ്. അതിനെ പക്ഷേ നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ട് പറയാൻ കാര്യം, നമ്മൾ ആ മെയിനകത്ത് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുന്ന ആരാണ്? ബൈ ദ യൂസറാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്.
അതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് എന്ന് പറയാൻ കാര്യം. മെയിൻ ഫംഗ്ഷൻ ഈസ് ദ ഡീഫോൾട്ട് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ആ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, C++ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഫംഗ്ഷനെ കുറിച്ച് ഇനി പറയാനുള്ളത്, ഫംഗ്ഷന് ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നെയിം പാരന്തസിസ് ആണ്. ഇതാണ് ജനറൽ ഫോം. ഫംഗ്ഷൻ നെയിം പാരന്തസിസ്. ഓക്കെ, ഫംഗ്ഷൻ നെയിം പാരന്തസിസ്. ഇപ്പം ഞാൻ പറയാം ആഡ് ഇസ് എ ഫംഗ്ഷൻ നെയിം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പാരന്തസിസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ്, അപ്പോഴേ നിങ്ങൾ ഒരു നെയിം കഴിഞ്ഞിട്ട് ഇങ്ങനെ പാരന്തസിസ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ കരുതിക്കോണം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന പാരന്തസിസ് ആണ്. രണ്ടിങ്ങനെ ഓപ്പൺ പാരന്തസിസും ക്ലോസിങ് പാരന്തസിസ് ആണ്. ഈ ബ്രാക്കറ്റ്സ് നമ്മൾ പാരന്തസിസ് എന്നാണ് പറയുന്നത്, പാരന്തസിസ്. ഓക്കെ ഓക്കെ അപ്പം ഫംഗ്ഷൻ നെയിം പാരന്തസിസ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആണ് ആഡ്. ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പം പഠിക്കുന്നത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കോൺസെപ്റ്റിലാണ് പറയുന്നത്. അത് യൂസർ ഡിഫൈൻഡ് ആണ്, പേര് കൊടുക്കുന്നത് യൂസർ തന്നെയാണ്. അപ്പോൾ ഞാൻ പേര് കൊടുത്തു ആഡ്, അതിൻ്റെ കൂടെ 2 പാരന്തസിസും കൂടെ കൊടുത്തു. അപ്പോൾ അതെന്തായി, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായി. ഓക്കെ, ഈ പാരന്തസിസ് ആണ് അതൊരു ഫംഗ്ഷൻ ആണെന്ന് കാണിക്കുന്നത്. ആ പാരന്തസിസ് സിമ്പിളാണ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷനകത്ത്, ഈ പാരന്തസിനകത്ത് നമ്മൾ വാല്യൂസ് പാസ് ചെയ്യും. ഫംഗ്ഷൻ പാരന്തസിനകത്ത് നമ്മൾ വാല്യൂസ് പാസ് ചെയ്യും. എന്താണെന്ന് ഞാൻ പറയാം. വാല്യൂസ് പാസ് ചെയ്തതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത അതാണ് പറയുന്നത്. ഇത് വാല്യൂസ് ദാറ്റ് പാസ്ഡ് ടു ദി ഫംഗ്ഷൻ ദാറ്റ് ആർ provided within the parenthesis of the file name are called arguments. Arguments അല്ലെങ്കിൽ parameters എന്താണ്? Arguments. parenthesis അല്ല, പാരാമീറ്റർ കേട്ടോ. അതിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. വാല്യൂസ് ദാറ്റ് പാസ്ഡ് ടു ദി പ്രോഗ്രാം. പ്രോഗ്രാം അല്ല, വാല്യൂസ് ദാറ്റ് പാസ് ടു ദി ഫംഗ്ഷൻ. Functions and are provided with and are enclosed within the pair of parenthesis of the function name. Of the function name. Values that are passed to the function and are enclosed within the pair of parentheses of the function name. For example, ഞാൻ ആഡ് എന്ന് ഇവിടെ എഴുതിയില്ലേ, ആഡ് എഴുതി. അപ്പോൾ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്യണം. ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് എന്തെങ്കിലും പ്രോസസ്സിങ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, ഞാൻ ആദ്യം പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഒരു ഫംഗ്ഷൻ നമുക്കൊരു പ്രോഗ്രാമായിട്ട് പറയാം. ആ
പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി നീഡ് ഹാവ് ഡേറ്റ, വി ഷുഡ് ഹാവ് ഡേറ്റ. ഇല്ല, ഡേറ്റ വേണം. ഈ ഡേറ്റയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റയാണ് നമ്മൾ പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാനിവിടെ ആഡ് എന്ന് പറഞ്ഞില്ലേ, ഒരു ഫംഗ്ഷൻ എഴുതി. അപ്പോൾ ഞാൻ ആ ഫംഗ്ഷൻ ഇവിടെ എഴുതുകയാണ്. ആഡ്, അത് വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നത് എവിടെയാണ്? ആ പാരന്തസിസിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാരന്തസിസിനകത്താണ് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത്. ഇൻ എ ഇൻഡ് എ കോമ ഇൻഡ് ബി. അപ്പം ഇൻഡ് എ എന്ന് പറയുന്നത് ഇൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെൻറ്റ്സ് ആണ്. എയും ബിയും ഡേറ്റയാണ് ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് ആ പാരന്തസിസിനകത്ത് നമ്മളൊരു വാല്യൂ പാസ് ചെയ്യുക ഫോർ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ വാല്യൂ പാസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദി ഫംഗ്ഷൻ അല്ലെങ്കിൽ പാരന്തസിസ് ഓഫ് ദി പാരാമീറ്റേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പാരന്തസിസ് എന്ന് വായി വരുന്നത്, സോറി, പാരന്തസിസ് അല്ല, പാരാമീറ്റേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ഫംഗ്ഷൻ മേ ഹാവ് ആർഗ്യുമെൻറ്റ് ഓർ മേ നോട്ട് ഹാവ് ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ, അവിടെ ആർഗ്യുമെൻ്റ് ഉണ്ടോ? ഇല്ല, അകത്ത് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അവിടെ നമുക്ക് ആർഗ്യുമെൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. മേ ഹാവ് ആർഗ്യുമെൻറ്റ് ഓർ മേ നോട്ട് ഹാവ് ആർഗ്യുമെൻറ്റ്. മെയിൻ ഫംഗ്ഷൻ നമ്മൾ ആർഗ്യുമെൻ്റ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഓക്കെ, എന്താണ് ആർഗ്യുമെൻ്റ് എന്ന് മനസ്സിലായല്ലോ. അടുത്ത പറയുന്നത് റിട്ടേൺ വാല്യൂ. വേറെ പോയിൻ്റാണ്. എ ഫംഗ്ഷൻ മേ ബി റിട്ടേൺ എ വാല്യൂ ഓർ മേ നോട്ട് റിട്ടേൺ എ വാല്യൂ. ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ ചിലപ്പോൾ റിട്ടേൺ ചെയ്യാം, അങ്ങനെയുള്ള ഫങ്ഷൻസ് ഉണ്ടാവാം. ഇല്ലെങ്കിൽ റിട്ടേൺ ഒന്നും ചെയ്യാത്ത ഫങ്ഷൻസും, വാല്യൂ ഒന്നും റിട്ടേൺ ഒന്നും ചെയ്യാത്ത ഫങ്ഷൻസും ഉണ്ടാകും. അടുത്ത പോയിൻ്റ് അതാണ്. എ ഫംഗ്ഷൻ മേ ബി റിട്ടേൺ എ വാല്യൂ. റിട്ടേൺ എ വാല്യൂ മീൻസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഫംഗ്ഷൻ കോളിലേക്ക്. ആ ഒരു കോൺസെപ്റ്റ് തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. അത് ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും. എ ഫംഗ്ഷൻ മേ ബി റിട്ടേൺ എ വാല്യൂ. ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ മേ നോട്ട് റിട്ടേൺ എ വാല്യൂ. റിട്ടേൺ ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതാണ് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് എ ഫംഗ്ഷൻ may be return a value. Or may not return a value. May be return a value or may not return a value. അതാണ് എന്താ പറയുന്നത്. അടുത്ത പോയിന്റ് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് പെർഫോം എ ടാസ്ക്. അതിനകത്ത് വരുന്നതാണ് ആർഗ്യുമെൻറ്റ്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ദാറ്റ് പാസ്ഡ് ടു ദി ഫങ്ഷൻസ് that are enclosed within the parenthesis of the file name. അതുപോലെ അടുത്ത പോയിൻ്റാണ് ഫങ്ഷൻസ് മേ ബി റിട്ടേൺ എ വാല്യൂ ഓർ മേ നോട്ട് റിട്ടേൺ എ വാല്യൂ. ഓക്കെ, ചില ഫങ്ഷൻസ് വാല്യൂ റിട്ടേൺ ചെയ്യും, ചില ഫങ്ഷൻസ് വാല്യൂ റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിനകത്ത് പറയുന്നത്. അടുത്തത് നമുക്ക് പറയുന്നത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ കുറിച്ചാണ്. അത് നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ എടുക്കുന്നതായിരിക്കും.